നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ട് കൊള്ള സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ബീഹാറിൽ ജനതാൽപര്യം അട്ടിമറിക്കാൻ BJP നടത്തുന്നത് കുൽസിത ശ്രമങ്ങൾ. വോട്ട് മോഷണത്തിനെതിരെ ബീഹാർ ജനത വിധിയെഴുതുമെന്നും MA ബേബി. നെല്ല് സംഭരണം വൈകുന്നതിനെതിരെ പാലക്കാട് കർഷക മോർച്ച പ്രതിഷേധം. കർഷകർ സിവിൽ സപ്ലൈസ് ഓഫീസ് ഉപരോധിച്ചു. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയ്ക്കെതിരെ ഷൊർണൂരിൽ പ്രതിഷേധവുമായി പാടശേഖര സമിതി. കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിലെ മോഷണം പോയ മോട്ടോറുകൾക്ക് പകരം പുതിയ മോട്ടോറുകൾ സ്ഥാപിക്കാനാകാത്തത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമെന്ന് ആരോപണം. അമ്പലപ്പാറയിൽ വില്ലനായി ഓല ചുരുട്ടിപ്പുഴു. വിവിധ പാടശേഖരങ്ങളിലായി 80 ഏക്കറോളം നെൽകൃഷി നാശഭീഷണിയിൽ. ഓങ്ങല്ലൂരിൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ മുന്നൊരുക്കങ്ങളുമായി UDF. 10 വർഷത്തെ ഇടതു ദുർഭരണമാരോപിച്ച് UDFന്റെ വിമോചനയാത്ര. UDFന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ വികസന മുന്നേറ്റ ജാഥയ്ക്കൊരുങ്ങി CPM. ഓൺലൈൻ തട്ടിപ്പ്. വ്യത്യസ്ത കേസുകളിൽ 2 പ്രതികൾ തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. പ്രതികൾ പിടിയിലായത് തിരുനെൽവേലിയിലും മണ്ണാർക്കാടും വെച്ച്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ തേരൊരുക്കം തുടങ്ങി. വെള്ളിയാഴ്ച രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. കൊടിയേറ്റം നവംബർ 8-ന്. രണ്ടാം വിമോചന സമര മുന്നറിയിപ്പുമായി തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. വിമോചന സമരത്തിന് ക്രൈസ്തവ സഭയെ തള്ളിവിടരുത്. വിവേചനങ്ങൾക്കു നടുവിലാണ് ക്രൈസ്തവ സഭയെന്നും വിവേചനങ്ങൾ നേരിട്ടപ്പോഴെല്ലാം ശക്തമായി പോരാടിയിട്ടുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. വാർത്തകൾ വിശദമായി. ബീഹാറിൽ ജനതാൽപര്യം അട്ടിമറിക്കാൻ പല കുൽസിത ശ്രമങ്ങളും BJP നടത്തുന്നുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വോട്ട് മോഷണത്തിനെതിരെ ബീഹാർ ജനത വിധിയെഴുതും. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും MA ബേബി തൃശൂരിൽ ആവശ്യപ്പെട്ടു. ബീഹാറിൽ BJP മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നതിൽ ബീഹാർ ജനതയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. ബീഹാറിൽ വോട്ട് മോഷണത്തിനെതിരെ ജനവിധിയുണ്ടാകുമെന്നും MA ബേബി തൃശ്ശൂരിൽ പറഞ്ഞു. ബീഹാറിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ 2-3 തവണ പോകാനും അവിടെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനും എനിക്ക് അവസരമുണ്ടായി. അവിടുത്തെ പാർട്ടി സഖാക്കളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള കുൽസിതങ്ങൾ അവിടെ ചെയ്യാൻ ഉള്ള നീക്കങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്ന കൃത്രിമങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ട്വീറ്റ് ചെയ്തതാണ്, ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയണം, ഒഴിഞ്ഞുമാറുന്ന മറുപടി പറഞ്ഞാൽ പോരാ എന്ന് ഇന്നലെ തന്നെ ട്വീറ്റ് ചെയ്തതാണ്. അപ്പം ബീഹാർ ഇലക്ഷൻ കൂടി, നിയമസഭാ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചത്. അത് വളരെ സംശയാസ്പദമാണ്. അപ്പോൾ അതിൻ്റെ ആഘാതം എങ്ങനെയുണ്ട്? അത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ BJPക്കും അവിടുത്തെ BJPയും JDUവും ചേർന്നിട്ടുള്ള മുന്നണിക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷത ഉപേക്ഷിച്ച് പക്ഷപാതപരമായി ഇടപെടുന്നു എന്നുള്ളതിൽ കൂടി ബീഹാറിലെ വോട്ടർമാർക്ക് പ്രതിഷേധമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രണ്ടാം വിമോചന സമര മുന്നറിയിപ്പുമായി തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. രണ്ടാം വിമോചന സമരത്തിലേക്ക് ക്രൈസ്തവ സഭയെ തള്ളിവിടരുതെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. വിവേചനങ്ങൾക്ക് നടുവിലാണ് ക്രൈസ്തവ സഭയെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. വിവേചനങ്ങൾ നേരിട്ടപ്പോഴെല്ലാം സഭ ശക്തമായി പോരാടിയിട്ടുണ്ട്. വീണ്ടും അത്തരമൊരു സമരത്തിന് ഇറങ്ങേണ്ട സമയമാണ്. വേണ്ടിവന്നാൽ രണ്ടാം വിമോചന സമരം നടത്തേണ്ടി വരും. അതിലേക്ക് സഭയെ തള്ളിവിടരുതെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ന്യൂനപക്ഷ സമുദായമാണ് ഞങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശവും പ്രാതിനിധ്യവും വേണം. സഭയെ തഴഞ്ഞാൽ മറ്റുള്ളവരെയും തഴയും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതേ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. ഇപ്പോൾ പരസ്യമായി നിലപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സഭ സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. ഞാൻ യാത്രയിലായതുകൊണ്ട് മുഴുവൻ അത് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വന്നപ്പോഴാണ് കേട്ടത്, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി മതപരമായ കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എന്താണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ?
ഭരണഘടന നൽകുന്നത്. ആ അവകാശത്തിനനുസരിച്ച് പ്രവർത്തിക്കണം തന്നെയാണ് പറയുന്നത്. അതിൽ നൽകിയിട്ടുള്ള ഭരണഘടന അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വേദന ഉളവാക്കുക എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് EWS മാനദണ്ഡങ്ങൾ മുന്നോക്കക്കാർക്കുള്ള സംവരണത്തിനുള്ള ചില ആനുകൂല്യങ്ങളാണ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരും വോട്ട് പാഴാക്കരുത്. നാടിന്റെ നന്മയ്ക്ക് ഉതകും വിധം വോട്ട് രേഖപ്പെടുത്താനാണ് ആവശ്യപ്പെടുന്നത്. വേണ്ടിവന്നാൽ പരസ്യമായി നിലപാട് പറയുമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സഭയും പ്രധാനമന്ത്രിയും മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. എന്നാൽ നയതന്ത്ര നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായുള്ള നടപടികൾ തൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ അവഗണന തുടരുകയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ലു സംഭരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ച പാലക്കാട് സിവിൽ സപ്ലൈസ് ഓഫീസ് ഉപരോധിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും കർഷക മോർച്ച പ്രഭാരിയുമായ C. കൃഷ്ണകുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. തൊണ്ണൂറ് ശതമാനം കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കാതെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് C. കൃഷ്ണകുമാർ ആരോപിച്ചു. സർക്കാരിൻ്റെ കർഷകരോടുള്ള അവഹേളനവും അവഗണനയും തുടരുകയാണ്. ജില്ലയിൽ നെല്ലെടുപ്പ് ആരംഭിച്ചെന്ന കൃഷിമന്ത്രിയുടെ പ്രസ്താവന ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമാക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള പ്രസ്താവനകൾ വിലപ്പോകില്ല. പാഡി ഷീറ്റ് നൽകിയാൽ നെല്ല് സംഭരണമാകില്ല. കർഷകരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും തിരിച്ചറിയാത്ത സർക്കാർ സ്വകാര്യ മില്ലുകളെ സഹായിക്കുകയാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് നെല്ല് സംഭരിക്കാൻ തയ്യാറാവണം. നെല്ല് സംഭരിച്ചാൽ മാത്രം പോരാ. നമ്മൾ പറയാറുണ്ട്, പടവലങ്ങി വളരുന്നത് താഴോട്ട് പോലെ കേരളത്തിലെ സംഭരണ വില താഴോട്ടാ. കേരളത്തിലെ കർഷകരെ കേന്ദ്ര ഗവൺമെന്റ് 2014 മുതൽ സംഭരണ വില ഓരോ വർഷവും വർദ്ധിപ്പിക്കുക. ഇപ്പൊ 23 രൂപ 69 പൈസ കേന്ദ്ര വിഹിതമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞ് 30 രൂപയാക്കുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ പോക്കറ്റടിക്കാരെ പോലെ പെരുമാറുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ മുഖ്യമന്ത്രിയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. 8 രൂപ 80 പൈസ ഇല്ലായിരുന്ന കേരളത്തിന്റെ വിഹിതം 5 രൂപയാക്കിയിട്ട് ഇപ്പൊ 99 പൈസ വർദ്ധിപ്പിച്ചിട്ട് മുഖ്യമന്ത്രി പറയാ 30 രൂപയാക്കിയിരുന്നു. 23.69 12 പൈസ കൈകാര്യത്തിലും കൂടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് 23 രൂപ 81 പൈസ. ബാക്കി എത്രയാ? ബാക്കി പൈസ മാത്രമാണ് സംസ്ഥാന വിഹിതമായിട്ട് നൽകുന്നത്. സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത് കേവലം 99 പൈസയാണ്. അത് 8 രൂപ 80 പൈസയായിരുന്നത് 5 രൂപ വെട്ടിക്കുറച്ചുകൊണ്ട് ഇപ്പൊ 99 പൈസ വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകരെ പറ്റിക്കാൻ നിൽക്കുക. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ, BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് R. രമേഷ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ മേഖലയിലെ പാടശേഖരങ്ങളിൽ ഓലച്ചുരുട്ടിപ്പുഴു ശല്യം കർഷകരെ വലയ്ക്കുന്നു. വിവിധ പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിലാണ്. 1 മാസം പ്രായമായ 2ാം വിള നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലായി ഏകദേശം 80 ഏക്കർ സ്ഥലത്താണ് പുഴുശല്യം മൂലം കർഷകർ ബുദ്ധിമുട്ടുന്നത്. മുട്ടിപ്പാലം, തിരുണ്ടി, ചെറുമുണ്ടശ്ശേരി, വേങ്ങശ്ശേരി, പയ്യപ്പാടം, മേലൂർ തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് ഓലചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം കൂടുതലായി കണ്ടുവരുന്നത്. ചില പാടശേഖരങ്ങളിൽ തണ്ടുതുരപ്പൻ്റെയും മഞ്ഞളിപ്പിൻ്റെയും പ്രശ്നവുമുണ്ട്. 1 മാസത്തിനിടെ 3 തവണ മരുന്നടിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്ന് കർഷകനായ IT പ്രദീപ് പറഞ്ഞു. ഇതിപ്പോൾ പീച്ചിപ്പാട പാടശേഖര സഭയിൽപ്പെട്ട പൊന്മണി നെൽകൃഷി ചെയ്തിട്ടുള്ള കർഷകർക്ക് ഈ തവണ ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം രൂക്ഷമാണ്. ഞാൻ 3 തവണ ഇപ്പോൾ അടുപ്പിച്ച് മരുന്നടിച്ചു, വിട്ടുപോകണില്ല. ഇവിടെ ഏകദേശം ഒരു 10-15 ഏക്കറോളം നെൽകൃഷി പൊന്മണിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും ഇതുണ്ട്, ഈ ശല്യം. നിങ്ങൾ എത്ര ഏക്കർ? ഞാനിപ്പോൾ ഒരു 3 ഏക്കർ ചെയ്തിട്ടുണ്ട്. 3 ഏക്കറയിലുണ്ട്. 3 ഏക്കറിലാണ് പ്രദീപ് കൃഷി ഇറക്കിയിട്ടുള്ളത്. മരുന്നടിക്കുന്നതിന് വലിയ തുക വേണം. പൊന്മണി വിത്ത് ഉപയോഗിച്ച് കൃഷി ഇറക്കിയ കർഷകർക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത്.
മൂപ്പ് കുറഞ്ഞ പൊന്മണി പോലുള്ള വിത്തുകളാണ് ചില കൃഷിയിടങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇതുകൊണ്ട് കർഷകർ പുറമേ നിന്ന് കിലോയ്ക്ക് 50 രൂപ നൽകിയാണ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന ഉമാവിത്ത് വിതച്ച ചില കർഷകർക്കും സമാന പ്രശ്നമുണ്ട്. ഞാറുനട്ട 25 ദിവസം മുതൽ 35 ദിവസം വരെ പ്രായമായ നെൽച്ചെടികളാണ് പുഴുശല്യം കാരണം പച്ചപ്പ് വിട്ട് വെള്ള നിറമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ പ്രശ്നം മൂലം ഒന്നാം വിള ഒഴിവാക്കുന്ന കർഷകരുടെ പ്രധാന ആശ്രയം രണ്ടാം വിളയാണ്. ഇതിനിടയിലാണ് ഓലചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യവും ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയാരോപിച്ച് കർഷകർ. ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതിയാണ് ഇറിഗേഷൻ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2 വർഷം മുമ്പ് മോഷണം പോയ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലെ മോട്ടോറുകൾക്ക് പകരം ഇനിയും പുതിയ മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ചാണ് കർഷകർ നെൽകൃഷിയുമായി മുന്നോട്ടു പോകുന്നത്. എന്നാൽ മാസശമ്പളമെന്ന ലക്ഷ്യത്തോടെ മാത്രം ജോലിക്കെത്തുന്ന ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക മേഖലയുടെ ശാപമായി മാറുകയാണെന്ന് ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ ആരോപിച്ചു. ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കാരക്കാട്ടെ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിൽ മോട്ടോറുകൾ മോഷണം പോയത് 2024 നവംബറിലാണ്. കഴിഞ്ഞ വർഷം മുണ്ടക കൃഷി ഉണക്കുഭീഷണി നേരിട്ടതിനെ തുടർന്ന് MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഇടപെട്ട് പഴയ മോട്ടറും പാനൽ ബോർഡും സ്ഥാപിച്ച് രാപ്പകൽ ഒറ്റ മോട്ടോർ പ്രവർത്തിപ്പിച്ചാണ് കൃഷി ഉണങ്ങാതെ സംരക്ഷിച്ചത്. ജലസേചനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതിയും നൽകിയിരുന്നു. കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരങ്ങൾ ജലക്ഷാമം നേരിടുമ്പോഴും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിസ്സംഗ മനോഭാവമാണെന്ന് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി C. ബിജു എന്നിവർ ആരോപിച്ചു. ഷൊർണൂർ നഗരസഭ കൃഷിഭവന് കീഴിലുള്ള കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതിയിലെ 150 ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോറുകൾ കഴിഞ്ഞ 2024 നവംബർ മാസത്തിൽ കളവ് പോയതാണ്. അതിൻ്റെ കേസും മറ്റുമായിട്ട് ഇറിഗേഷൻ അധികൃതരും പാടശേഖര സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടിയും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും കാരക്കാട് പാടശേഖര സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം താൽക്കാലികമായിട്ട് മൈനർ ഇറിഗേഷൻ ഇടപെടലിനെ തുടർന്ന് ഒരു പഴയ മോട്ടോർ കൊടുത്ത് ഫിറ്റ് ചെയ്യുണ്ടായി. ഈ വർഷം ഇപ്പോൾ രണ്ടാം വിളയ്ക്ക് ട്രാക്ടർ പൂട്ടുന്നതിന് നടുന്നതിന് ആവശ്യമായി പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റർ വെക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പാടശേഖര സമിതി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പമ്പ് ഹൗസ് തുറന്നപ്പോഴാണ് ഈ നിലവിലുള്ള പഴയ മോട്ടറും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഇലക്ട്രിക് പാനൽ മുഴുവൻ കള്ളന്മാർ കുത്തിപ്പൊളിച്ച് കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാനൽ ബോർഡും ഒന്നുമില്ല, സ്റ്റാർട്ടർ ഉൾപ്പെടെ. അപ്പോൾ അതിനെ തുടർന്ന് കഴിഞ്ഞ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, കളക്ടർ, ചെയർമാൻ, MLA എന്നിവർക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പുതിയ ഒരു 2 മോട്ടോറുകൾ മാറ്റി ഒരു 50 HP മോട്ടറാക്കണമെന്നും ഇതിൻ്റെ വയറിങ്ങും പാനൽ ബോർഡും മൊത്തം മാറ്റി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് പാടശേഖര നിവേദനം നൽകുണ്ടായി. അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറായി. പക്ഷേ ഒരു വർഷമായിട്ട് അതിൻ്റെ നടപടിയൊന്നും ആയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പമ്പ് ഹൗസ് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ 100 ജില്ലാ ഏക്കർ കൃഷി ഭൂമി മറ്റേ നെൽകൃഷി രണ്ടാവളം ചെയ്യുന്നത് ഉണക്കത്തിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഒരു 50 ഏക്കറോളം പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട MLA-യോടും മന്ത്രിക്കും മുഖ്യമന്ത്രി വീണ്ടും നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥ മാഫിയയുടെ ഈ നിരുത്തരവാദിത സമീപനം കാരണം കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന കവളപ്പാറ ഇറിഗേഷൻ പമ്പ് ഹൗസ് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും ഇറിഗേഷൻ വകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെയും മുഖ്യമന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി, കൃഷിമന്ത്രി, ഷൊർണൂർ MLA, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എന്നിവർക്ക് നിവേദനം നൽകിയതായും ഇരുവരും അറിയിച്ചു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ ആറാണി പാടശേഖരത്തിൽ യന്ത്രവൽകൃത നടീലിന് തുടക്കമായി. കാർഷിക മേഖലയിൽ ഉൽപ്പാദന ചിലവ് കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർ യന്ത്രവൽകൃത നടീൽ പ്രോത്സാഹിപ്പിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഷൊർണൂർ തൃശൂർ റൂട്ടിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ബുധനാഴ്ച രാത്രി 10:30യോടെയായിരുന്നു സംഭവം. എയർപോർട്ടിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന വടക്കാഞ്ചേരി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട കാറിൽ സഞ്ചരിച്ചിരുന്നത്. തൃശൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട റോഡിൻ്റെ ഒരു വശം ഇടിച്ചു കയറിയ ശേഷം തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ മറിഞ്ഞ വാഹനം ക്രെയിൻ എത്തിച്ചാണ് മാറ്റിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്ത്രീയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ബുധനാഴ്ച രാത്രി വെട്ടിക്കാട്ടിരി കഫേ മെക്കാനി ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നും യുവതി റോഡ് മുറിച്ച് ഹോട്ടലിലേക്ക് നടക്കുമ്പോഴാണ് അപകടമുണ്ടായത്. യുവതിയെ ഓട്ടുപാറ ജനറൽ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബൈക്ക് യാത്രികനായിരുന്ന മുള്ളൂർക്കര സ്വദേശി മണികണ്ഠനും അപകടത്തിൽ പരിക്കുപറ്റി. ഷൊർണൂർ ടൗൺ കനറ ബാങ്ക് ഓട്ടോ സ്റ്റാൻഡുകളിലെ പെർമിറ്റ് ഹോൾഡർമാർക്ക് സ്റ്റാൻഡ് നമ്പർ അനുവദിച്ചു തുടങ്ങി. ഒരാഴ്ചക്കകം പെർമിറ്റ് ഹോൾഡർമാർ വാഹനങ്ങളിൽ സ്റ്റാൻഡ് നമ്പർ പതിക്കണമെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു. ഷൊർണൂർ ടൗൺ കനറ ബാങ്ക് സ്റ്റാൻഡുകളിൽ ഇതര സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകൾ അനധികൃത സർവീസ് നടത്തുന്നുണ്ടെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ചില വാഹനങ്ങൾക്ക് ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഇല്ലെന്നും പരാതികൾ ലഭിച്ചു. ഇതേ തുടർന്ന് ഷൊർണൂർ പോലീസ് ഇരു സ്റ്റാൻഡുകളിലെയും നിയമാനുസൃത പെർമിറ്റുകളുടെ വിവരശേഖരണം നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇരു സ്റ്റാൻഡുകളിലെയും പെർമിറ്റ് ഹോൾഡർമാർക്ക് പ്രത്യേകം തിരിച്ചറിയുന്നതിന് പോലീസ് സ്റ്റാൻഡ് നമ്പർ അനുവദിച്ചു തുടങ്ങിയത്. ഒരാഴ്ചയ്ക്കകം പെർമിറ്റ് ഹോൾഡർമാർ സ്വന്തം വാഹനങ്ങളിൽ സ്റ്റാൻഡ് നമ്പർ പതിക്കണം. സാങ്കേതിക കാരണങ്ങളാൽ ഇരു സ്റ്റാൻഡുകളിലെയും ആർക്കെങ്കിലും പെർമിറ്റ് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഇതിന് 2026 ജനുവരി 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ പോലീസ് SHO വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജനുവരി 31 ശേഷവും പെർമിറ്റ് അനുവദിക്കാത്ത ഓട്ടോറിക്ഷകൾ ഇരു സ്റ്റാൻഡുകളിലും പാർക്ക് ചെയ്യാവുന്നതല്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി UDF രംഗത്ത്. പഞ്ചായത്തിൽ 10 വർഷക്കാലം ഇടതു ദുർഭരണമാണെന്ന് ചൂണ്ടിക്കാട്ടി UDFന്റെ ആഭിമുഖ്യത്തിൽ വിമോചന യാത്ര സംഘടിപ്പിച്ചു. വികസന മുരടിപ്പും ദുർഭരണവുമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 10 വർഷക്കാലത്തെ ഇടതുഭരണത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ദുർഭരണവുമാണെന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള മുന്നൊരുക്കമായി നീങ്ങാനാണ് UDF ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നീക്കം. ഇതിന്റെ ഭാഗമായാണ് വിമോചന യാത്ര പഞ്ചായത്ത് പരിധിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ ഇടത് ദുർഭരണത്തിനെതിരെ UDFന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിമോചന യാത്രയ്ക്ക് രാവിലെ കള്ളാടിപ്പറ്റയിൽ നിന്നും തുടക്കം കുറിച്ചു. വാരണാകുശിയിലെ മേഞ്ചിത്തറയിലെ സ്വീകരണത്തിൽ P. രൂപേഷ്, അസീസ് പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു. UDF ചെയർമാൻ V. അബ്ദുള്ളക്കുട്ടി ജാഥ ക്യാപ്റ്റനും കൺവീനർ TT സലീം ജാഥ വൈസ് ക്യാപ്റ്റനുമാണ്. സ്വീകരണത്തിൽ ഇവർക്കുള്ള ആരാർപ്പണവും നടന്നു. മറ്റു കേന്ദ്രങ്ങളിലും നേതാക്കൾ സംസാരിച്ചു. നിലവിലെ UDF മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണനും ജാഥ അംഗങ്ങളാണ്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് മരുതൂർ സെൻട്രൽ ജാഥ സമാപിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കാനൊരുങ്ങി CPM. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 3 ദിവസങ്ങളിലായാണ് ജാഥ. ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്ന് ജാഥ ക്യാപ്റ്റനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ TV ഗിരീഷ് STVയോട് പറഞ്ഞു. CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പഞ്ചായത്ത് പരിധിയിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് LDF നടത്തിയിരിക്കുന്നതെന്നും വീണ്ടും ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നതെന്നും ജാഥ ക്യാപ്റ്റനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ TV ഗിരീഷ് പറഞ്ഞു. എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് 3 ദിവസത്തെ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നതെന്നും TV ഗിരീഷ് STVയോട് പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേതൃത്വമുള്ള ഗവൺമെൻറ് ഭരണസമിതി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് ഇന്ന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജാഥ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ വികസനങ്ങളെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പ്രചരണമായിട്ടാണ് ഈ ജാഥ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ എടുത്തു കാണിക്കാവുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ ഭരണസമിതി നേതൃത്വം നൽകപ്പെട്ടത്. ഓങ്ങല്ലൂരിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, കഴിഞ്ഞ ഈ 10 വർഷത്തിന് മുൻപേയുള്ള 15 വർഷക്കാലം UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വലിയ രൂപത്തിലുള്ള അഴിമതിയും അതേപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും എല്ലാമായിക്കൊണ്ട് 3 ദിവസത്തെ ജാഥ 7 വെള്ളിയാഴ്ച വൈകിട്ട് 6 കുട്ടാടമ്പാടത്ത് നിന്ന് ആരംഭിക്കും. MR മുരളി ജാഥ ഉദ്ഘാടനം ചെയ്യും. TV ഗിരീഷ് ജാഥ ക്യാപ്റ്റനും രതി ഗോപാലകൃഷ്ണൻ വൈസ് ക്യാപ്റ്റനും AM നാരായണൻ മാനേജറും MR ജയശങ്കർ ജാഥ കോർഡിനേറ്ററുമാണ്. 9 ജാഥ സമാപിക്കും.
ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് തട്ടിപ്പ് കേസിലെ പ്രതി മണ്ണാർക്കാട് പിടിയിൽ. ഓൺലൈൻ ജോബ് ഏജൻസിയുടെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശി 21 വയസ്സുള്ള മുഹമ്മദ് മിഥിലാജാണ് പോലീസിന്റെ പിടിയിലായത്. ഓൺലൈൻ ജോബ് ഏജൻസി എന്ന വ്യാജേന ആളൂർ മാനാട്ടുകുളം സ്വദേശി സാബല്യമേട്ടിൽ 38 വയസ്സുള്ള രവീന്ദ്രനാഥിൽ നിന്ന് 11,80,933 രൂപ തട്ടിയെടുത്ത മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശി ചക്കിപ്പറമ്പൻ വീട്ടിൽ 21 വയസ്സുള്ള മുഹമ്മദ് മിഥിലാജിനെയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട്ട് വെച്ചാണ് പ്രതി പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ ഉൾപ്പെട്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത ഒരു ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ 15 പേരെ കൊണ്ട് വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് എടുപ്പിച്ച് ആയതിൻ്റെ പാസ്ബുക്കുകൾ, ATM കാർഡുകൾ, ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത സിം കാർഡുകൾ എന്നിവ മുഹമ്മദ് മിഥിലാജ് കൈപ്പറ്റി സൈബർ തട്ടിപ്പുകൾ നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെടുത്ത 5 ലക്ഷം രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസിലും പ്രതിയാണ് മുഹമ്മദ് മിഥിലാജ്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ പ്രകാരം തമിഴ്നാട്ടിലെ ചെന്നൈ സൗത്തിലും വെസ്റ്റ് ബംഗാൾ പാർക്ക് സ്ട്രീറ്റിലും പ്രതിക്കെതിരെ പരാതികൾ നിലവിലുണ്ട്. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്ത്, SI ആൽബി തോമസ് വർക്കി, GSIമാരായ ഗ്ലാഡിൻ ഫ്രാൻസിസ്, TN അശോകൻ, CPO സന്ദീപ് എന്നിവരാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തെ പരിഹസിച്ച BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് പരിഹാസം. രാഹുലിന്റെ ആരോപണത്തെക്കുറിച്ച് പറയാനുള്ളത് നോ കമന്റ്സ് എന്ന് മാത്രമെന്നും B ഗോപാലകൃഷ്ണൻ. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവൂലേ? പഴയ ഒരു പ്രസ്താവനയ്ക്ക് ഉയർത്തിയിട്ടാണ് രാഹുൽ പറഞ്ഞത്. എന്താ അതിൻ്റെ ഒരു പ്രതികരണം? രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമല്ല. താങ്കളെ ബിഗ് സ്ക്രീനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്ക്രീനിലാണ് കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ, രാജ്യം മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കമൻസ് കഴിഞ്ഞു. കുറ്റകൃത്യങ്ങളും നിയമലംഘനവും തടയുക, സംരക്ഷണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി വിവിധ പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ആദ്യഘട്ടത്തിൽ 4 സ്ഥലങ്ങളിലാണ് CCTV സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ 13 ലക്ഷം രൂപ ചെലവിൽ കെൽട്രോണിന്റെ സഹായത്തോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളും നിയമലംഘനവുമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തിയാൽ ഇനി പഴയ പോലെയാവില്ല. ശരിക്കും പണി കിട്ടും. ഓരോരുത്തരെയും നിരീക്ഷിച്ച് CCTV ക്യാമറകൾ മിഴി തുറന്നുണ്ടായിരിക്കും. അന്യ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു പോകുന്ന അവസ്ഥയാണിവിടെ. ഇതടക്കമുള്ള കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളും തടയുക, അതുവഴി സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നത്. ആദ്യഘട്ടത്തിൽ ഓങ്ങല്ലൂർ സെൻറ്റർ ഉൾപ്പെടെ 4 പ്രദേശങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആകെ 12 പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തുന്നതുവഴി അവർക്ക് ശിക്ഷ ലഭിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് STVയോട് പറഞ്ഞു. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള സ്ഥിതിക്ക് ഇവിടെ 4 പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്ന് മറ്റു 12 പ്രദേശങ്ങളിൽ കൂടി വയ്ക്കുന്നതാണ്. കെൽട്രോണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ 13 ലക്ഷം രൂപ കെൽട്രോണിൽ നൽകുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അന്യ സ്ഥലങ്ങളിൽ നിന്നും അടക്കം വന്ന് മാലിന്യങ്ങൾ നിക്ഷേപിച്ചു പോകുന്ന ഒരവസ്ഥ ഇവിടെ കണ്ടുവരുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും നിയമപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, അതോടൊപ്പം മറ്റു കുറ്റകൃത്യങ്ങളും നിയമലംഘനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് ഒരു സഹായമാകുക എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള CCTVയിലൂടെ നമുക്ക് പൊതുജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ ചില പ്രവർത്തനങ്ങൾ ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. 12 പ്രദേശങ്ങളിൽ CCTV സ്ഥാപിക്കാൻ 13 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് കെൽട്രോണുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിലെ പ്രതിയെ തിരുനെൽവേലിയിൽ നിന്ന് പിടികൂടി തൃശൂർ റൂറൽ സൈബർ പോലീസ്. തിരുനെൽവേലി കാരിക്കത്തോപ്പ് സ്വദേശി 29 വയസ്സുള്ള ഷെയ്ഖ് മുഹമ്മദ് അലിയാണ് പിടിയിലായത്.
ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ കല്ലേറ്റുങ്കര സ്വദേശി താക്കോൽക്കാരൻ വീട്ടിൽ 61 വയസ്സുള്ള രാജുവിൽ നിന്ന് 8/1/2025 മുതൽ 14/2/2025 വരെയുള്ള കാലയളവിൽ 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലി. തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് പ്രതിയെ തിരുനെൽവേലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓൺലൈൻ ട്രേഡ് സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനിടെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട പരസ്യം കാണുകയും അതിലെ വിവിധ സ്റ്റോക്ക് ട്രേഡ് ടിപ്സുകൾ കണ്ട് പരസ്യത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയുമായിരുന്നു. പിന്നീട് 5 പൈസ ടെക്നിക്കൽ അനാലിസിസ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ ട്രേഡിംഗ് സംബന്ധമായ ടിപ്സുകൾ കണ്ടു. കൂടുതൽ ലാഭകരമായ ട്രേഡിംഗ് നടത്തുന്നതിന് ഗ്രൂപ്പിലെ അഡ്മിനായ പ്രതി പരാതിക്കാരനെ ഫോൺ വിളിച്ച് ആപ്പ് വഴി ട്രേഡിംഗ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ലിങ്ക് അയച്ചു നൽകി. പിന്നീട് IPO സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിച്ച് പരാതിക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1,06,75,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്ത പണവും ലാഭവും പിൻവലിക്കാനായി ശ്രമിച്ച പരാതിക്കാരനോട് സർവീസ് ചാർജ് ഇനത്തിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പരാതി നൽകിയത്. പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ ഉൾപ്പെട്ട 6,58,000 രൂപ പ്രതിയായ ഷെയ്ഖ് മുഹമ്മദ് അലിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ച് മറ്റ് പ്രതികൾക്ക് പിൻവലിച്ചു നൽകിയതിനാണ് ഷെയ്ഖ് മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO സുജിത്ത്, GSI ജസ്റ്റിൻ, CPOമാരായ CS ശ്രീജേഷ്, R ശബരിനാഥ്, TP ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോകപ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിന്റെ തേരൊരുക്കം തുടങ്ങി. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി അറ്റകുറ്റപ്പണി ആരംഭിച്ചു. 7-ന് രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. 8-നാണ് കൊടിയേറ്റം. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപുരം ഗ്രാമങ്ങളിലും തേരൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. 8-നാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് മുമ്പ് തന്നെ പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമക്കാരും ക്ഷേത്രക്കാരും. കൊടിയേറ്റത്തോടെ കൽപ്പാത്തിയിലേക്ക് കൂടുതൽ പേർ എത്തിത്തുടങ്ങും. കൽപ്പാത്തി അഗ്രഹാരങ്ങളിലെ റോഡ് നവീകരണം പുനരാരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ പ്രവൃത്തികൾ വേഗത്തിലാക്കി. രഥപ്രയാണം നടത്തുന്ന വഴികളും കൽപ്പാത്തിയിലേക്കുള്ള റോഡുകളും കൊടിയേറ്റത്തിന് മുമ്പ് തന്നെ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ അധികൃതർ. ശേഖരീപുരം ജംഗ്ഷനിൽ നിന്നും കൽപ്പാത്തിയിലേക്കുള്ള റോഡിലെ ചാലും സ്ലാബ് സഹിതം നവീകരിക്കുന്നുണ്ട്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പാലക്കാട് RDO കെ മണികണ്ഠനെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായി പാലക്കാട് തഹസിൽദാർ മുഹമ്മദ് റാഫിയെയും നിയോഗിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് ഉപയോഗത്തിന് തടസ്സമില്ലാത്ത പകരം വഴി കണ്ടെത്തണം. ആരോഗ്യവകുപ്പിന്റെ ആംബുലൻസിനു പുറമെ 3 അധിക ആംബുലൻസുകൾ സജ്ജമാക്കണം. റോഡ് കയ്യേറിയുള്ള കച്ചവടം കർശനമായി നിരോധിക്കും. ശേഖരീപുരം ജംഗ്ഷൻ മുതൽ ശിവക്ഷേത്രം വരെയുള്ള റോഡ് ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ നിയന്ത്രിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ 1.5 കോടി രൂപ ചെലവിൽ മങ്കര കാളികാവിൽ നിർമ്മിക്കുന്ന സാനിറ്ററി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോടടുക്കുന്നു, 2 സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചു. മണ്ണൂര്, പിന്നെ മങ്കര. രണ്ട് സ്ഥലങ്ങൾ പരിശോധിച്ചതിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് മങ്കര ഇവിടെ കണ്ടെത്തിയത്. വളരെ കാലതാമസമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 10 സെൻറ്റ് സ്ഥലം, ആവശ്യമായ സ്ഥലം അവർ കൈമാറി എഗ്രിമെൻ്റ് വെച്ചു. അതിൻ്റെ എല്ലാം നടപടി പൂർത്തിയാക്കി. പക്ഷേ നമുക്ക് മറ്റ് സാങ്കേതികമായ ഒരുപാട് ഇടയിൽ കുറേ തടസ്സമുണ്ടായി. അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്പോൾ നമുക്കിത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10-ാം തീയതിയാണ് ടെൻഡർ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ നടപടി ആരംഭിക്കും. 1.5 കോടി രൂപയാണ്. 1.5 കോടി രൂപയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OB പ്രിയ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കലാകണ്ണൻ, ജിത്തു, K തങ്കമണി, G നന്ദിനി, A രജനി, മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത, മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, വാർഡംഗം PP പാഞ്ചാലി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VV സജിനി, AE അനിത, K ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി OA ബാബു നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ പതിരിപ്പാല. നടനവിസ്മയം കലാമണ്ഡലം ഗോപി ആശാന്റെ തൃശൂരിലെ വീട്ടിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി സന്ദർശനം നടത്തി. സാംസ്കാരിക രംഗത്തെ അതികായനുമായുള്ള സൗഹൃദം പുതുക്കാനായിരുന്നു സന്ദർശനം. MA ബേബിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി KS സുഭാഷ് എന്നിവരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK പ്രഭാകരൻ, AS കുട്ടി, V കൃഷ്ണകുമാർ എന്നിവരുമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന് ഗോപിയാശാൻ നൽകിയ സംഭാവനകളെ MA ബേബി പ്രശംസിച്ചു. അഭിനയത്തിൻ്റെ ഹിമാലയമാണ് ഗോപിയാശാൻ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന അവസരം അത് ഏതും ഉപയോഗപ്പെടുത്തണം. അപ്പോൾ തൃശ്ശൂർ വഴി ഒറ്റപ്പാലത്തൊരു പരിപാടിക്ക് വരുമ്പം സഖാവ് KV അബ്ദുൽ ഖാദറിനോട് പറഞ്ഞു, ഗോപിയാശാനെ കണ്ടിട്ട് കുറച്ചൊരു നാളായി, അതുകൊണ്ട് കാണാൻ പോകാൻ പറ്റുമെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചപ്പം അദ്ദേഹം സന്തോഷം കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കർണശബ്ദമുണ്ട്. കർണനായിട്ട് ഗോപിയാശാനും പിന്നെ നമ്മുടെ കുന്തിയായിട്ട് കോട്ടയ്ക്കൽ ശിവരാമനും, അതൊക്കെ എത്രയോ കണ്ണുനീര് ഒഴുക്കിയിട്ടുള്ളതാണ്. ONV സാറും പറഞ്ഞിട്ടുണ്ട്, ഇവർ രണ്ടുപേരും ഈ കർണശബ്ദം അവതരിപ്പിക്കുന്നത് ബേബി അതുപോലൊരു കലാവിഷ്കാരം ലോകത്തില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ കാണുക, ആദരവറിയിക്കുക, സ്നേഹം അറിയിക്കുക, ബഹുമാനം അറിയിക്കുക. ആശാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നിലവിലെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സ്നേഹപൂർവ്വം ചോദിച്ചറിഞ്ഞു. സന്ദർശനത്തിനെത്തിയ നേതാക്കളെ പൊന്നാടയണിയിച്ച് ഗോപിയാശാൻ സ്വീകരിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ കലാകാരന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരമായി കൂടിക്കാഴ്ച മാറി. സാംസ്കാരിക ലോകവും പൊതുസമൂഹവും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു സന്ദർശനം. പച്ചവേഷങ്ങളിലൂടെ കഥകളിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച കലാമണ്ഡലം ഗോപിയാശാൻ പത്മശ്രീ അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ മഹാനായ കലാകാരനാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ വീട് തകർന്നതോടെ സഹോദരികളായ രണ്ടംഗ കുടുംബം തലചായ്ക്കാനിടമില്ലാതെ ദുരിതം പേർന്നു. മങ്കര പരിശ്ശേരി മഞ്ഞക്കോട്ടത്തൊടി 60 വയസ്സുള്ള കാഞ്ചനയുടെയും 55 വയസ്സുള്ള ഇന്ദിരയുടെയും കാലപ്പഴക്കം ചെന്ന മൺചുമർ വീടാണ് ഇടിഞ്ഞു വീണത്. ശേഷിക്കുന്ന ഭാഗവും ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. വീടിൻ്റെ അവശേഷിക്കുന്ന ഭാഗവും ഏത് സമയവും നിലം പതിക്കാം എന്ന നിലയിലാണ്. ചുമരുകൾ വിണ്ടുകീറിയിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത്. കുടുംബസ്ഥലത്താണ് ഇവരുടെ വീട്. ഇവർ ഇരിക്കുന്ന ഭൂമിക്ക് രേഖകളൊന്നും ഇല്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും നാളിതുവരെ ലഭ്യമാകാത്ത അവസ്ഥയാണ്. 35 വർഷത്തോളം പഴക്കം ചെന്ന വീടാണിത്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊണ്ടുള്ള ഏക വരുമാനത്തിലാണ് ഇരുവരും ജീവിച്ചു വരുന്നത്. ഇരുവരും അവിവാഹിതരാണ്. താൽക്കാലികമായെങ്കിലും അന്തിയുറങ്ങാൻ ചെറിയ കിടപ്പാടമെങ്കിലും ലഭ്യമായാൽ ഇവർക്ക് അന്തിയുറങ്ങാനാകും. അതിന് സുമനസ്സുകൾ തന്നെ കനിയണം. ഇന്നലെ രാത്രി ഒരു 9 മണിയോട് കൂടിയിട്ടാണ് ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഏകദേശം പകുതിയോളം ഭാഗം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൈവദിനം കൊണ്ട് ഇവരും ഇവരുടെ ചേച്ചിയാണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. ദൈവസഹായം കൊണ്ട് ആളോപായം ഒന്നും പറ്റാതെ ഇവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ആ ഭൂമിക്ക് രേഖകളില്ലാത്തതുകൊണ്ട് സർക്കാർ ഇതര സഹായങ്ങളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടി മറ്റൊരു മാർഗങ്ങളും ഇല്ലാതെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രമാണ് ഇവരും ചേച്ചിയും ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന വീടും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരും നിൽക്കുന്നത്. നല്ല മനസ്സിന് നന്മയുള്ള എല്ലാവരിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെടുക. മങ്കര വില്ലേജ് അധികൃതരും വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ഷൊർണൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്ലാൻ ഫണ്ടിൽ നിന്ന് 5.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 146 ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടം 75 പേർക്ക് കട്ടിലുകൾ നൽകി. ശേഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മറ്റൊരു ദിവസം കട്ടിലുകൾ വിതരണം ചെയ്യും. അതിലൊരു പദ്ധതിയാണ്, കഴിഞ്ഞ വർഷത്തെ ഒരു പദ്ധതിയാണ്, ഈ വർഷത്തെ ഒരു പദ്ധതിയാണ് വൃദ്ധർക്ക് കട്ടിലെന്ന പദ്ധതി. എല്ലാ വർഷം ചെയ്തു വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏതാണ്ട് 140-ലധികം അപേക്ഷകൾ, 140-ലധികം അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി. അതിനകത്ത് ഇപ്പോൾ 75 പേർക്കാണ് ഇന്ന് വന്നത്. ബാക്കിയുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ നൽകും. എന്തായാലും നമുക്ക് നമ്മുടെ നഗരസഭ ഈ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള
ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കുന്നത്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ബിന്ദുമോൾ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ 8 മണ്ണാർക്കാട് നടക്കും. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, കുടുംബസംഗമം എന്നിവയും വിവിധ കമ്പനികൾ പങ്കെടുക്കുന്ന ഹോട്ടൽ എക്സ്പോയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MPയും കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമുള്ള KHRA ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾ വിപുലപ്പെടുത്തണം. ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തിപ്പിനും മാലിന്യ സംസ്കരണത്തിനും സർക്കാർ ഏർപ്പെടുത്തിയ കടുത്ത നടപടികൾ സമരത്തിൻ്റെ ഭാഗമായി പിൻവലിച്ചത് ആശ്വാസകരമാണ്. മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തിനും പറ്റിയൊരു ഏരിയ ആക്കിയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും പാലക്കാടിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നടത്താറുള്ളത്. പ്രാവശ്യം മണ്ണാർക്കാട്ടേക്ക് മാറ്റിയത് ഇത്തവണ മുതൽ ഞങ്ങൾ എല്ലാ യൂണിറ്റുകളിലും ഇത് നടത്തി ആ യൂണിറ്റുകൾക്കൊക്കെ വലിയ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാറ്റത്തിന് വേണ്ടിയുള്ള തുടക്കം കൂടിയാണ് മണ്ണാർക്കാട് വെച്ചിട്ട് ഈ തൃപ്തി 2025 നടത്താൻ പോകുന്നത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് C സന്തോഷ്, സെക്രട്ടറി ഫസലുർ റഹ്മാൻ, ട്രഷറർ P സുബൈർ, സംസ്ഥാന സെക്രട്ടറി PM ഷിനോജ്, ഷമീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ കൊട്ടേക്കാട് സ്വദേശി ഷെല്ലിയുടെ മകൻ 17 വയസ്സുള്ള സാം ഷെല്ലിയാണ് മരിച്ചത്. ഞായറാഴ്ച ഫുട്ബോൾ കളിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കളി നിർത്തി വിശ്രമിക്കുന്നതിനിടെയാണ് സാം കുഴഞ്ഞു വീണത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി മരണപ്പെടുകയായിരുന്നു. മാറ്റൊലി. വോട്ട് കൊള്ള സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. 25 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ക്രമക്കേട് നടത്തിയാണ് കഴിഞ്ഞ വർഷം ഹരിയാനയിൽ BJP ഭരണം പിടിച്ചതെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഒടുവിൽ ഉന്നയിച്ച ആരോപണം. രാഹുലിന്റെ ആരോപണങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണ്? മാറ്റൊലിയിലേക്ക്. ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അത്തരം രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് തെളിവ് നിരത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ അത് പരാതി കൊടുത്തില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് ഇതിനെതിരെ മൗനം പാലിക്കുന്നത് ഒട്ടും തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് കൃത്യമായിട്ട് അത് അഭിസംബോധന ചെയ്യപ്പെടണം. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ട കാര്യങ്ങൾ അത് വ്യക്തമാക്കി പറയുകയും ഇത്തരത്തിലൊരു ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത്തരം അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം തീർത്തും സുതാര്യവും നീതിയുക്തവുമാക്കാനുള്ള നടപടി അടിയന്തരമായി കൈക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അത് അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് തന്നെ കളങ്കം തട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതൊരു ആരോപണമല്ല, അതൊരു ഫാക്റ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഏറെക്കുറെ നമ്മളങ്ങനെ പറഞ്ഞിരുന്നതാണ്. കാരണം BJPക്ക് അത്രമാത്രം ഒരു പൊതുബോധം നമ്മളെപ്പോഴും നോക്കുമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് BJPക്ക് അനുകൂലമായിരുന്നില്ല. പിന്നെ ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ അവർ ജയിക്കുന്ന സമയത്ത് നമുക്കത് അപ്പോഴേ സംശയം തോന്നിയിരുന്നതാണത്. ഇതെന്തോ നേരാവണ്ണമല്ല നടക്കുന്നതെന്നുള്ള രീതിക്ക്. രാഹുൽ ഗാന്ധി അത് ഉന്നയിക്കുമ്പോഴും സത്യത്തിൽ അതെന്താ വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ചർച്ചയാവുന്നുണ്ടെന്ന് അറിയുന്നില്ല. കൃത്യമായിട്ട് ചർച്ചയാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ അത്രയും സംഭവിക്കും എന്നുള്ള രീതിക്കല്ല. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ അത്രയും കണ്ടതാണ് അത്തരം ഓരോ വിഷയങ്ങളൊക്കെ. അവരതിൽ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ് മാനേജ്മെൻ്റായിട്ട് മാറുന്നത് തീർത്തും നൈതികമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായിരുന്നില്ല.
രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോപണം 100% അസംബന്ധമെന്നേ പറയാൻ വഴിയുള്ളൂ. കാരണം ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് എത്രയോ ഉദ്യോഗസ്ഥന്മാരും എത്രയോ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പൊതുജനങ്ങളും എല്ലാവരും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രക്രിയയാണ് നമ്മുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അതിൽ വളരെ ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് 25 ലക്ഷം വോട്ടർമാർ കള്ളവോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് ഒരു ശുദ്ധമായ ഒരു സാമാന്യ ബുദ്ധിയിൽ വിചാരിച്ചാൽ തന്നെ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. രാജ്യത്ത് ഇപ്പോൾ വോട്ട് കൊള്ളതിനെ പറ്റി വളരെ സജീവമായ ചർച്ചയിലാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ 100% ശരിയാണ്. കാരണം 25 ലക്ഷം അധികം വോട്ട് ഹരിയാനയിൽ അവർ വോട്ട് ചേർത്തി എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ബീഹാറിലും കഴിഞ്ഞ പ്രാവശ്യം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കള്ളവോട്ടിലാണ് ജയിക്കുന്നത്. അതിൽ രാജീവ് ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ 100% ശരിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ട് കൊള്ള സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ബീഹാറിൽ ജനതാൽപര്യം അട്ടിമറിക്കാൻ BJP നടത്തുന്നത് കുൽസിത ശ്രമങ്ങൾ. വോട്ട് മോഷണത്തിനെതിരെ ബീഹാർ ജനത വിധിയെഴുതുമെന്നും MA ബേബി. നെല്ല് സംഭരണം വൈകുന്നതിനെതിരെ പാലക്കാട് കർഷക മോർച്ച പ്രതിഷേധം. കർഷകർ സിവിൽ സപ്ലൈസ് ഓഫീസ് ഉപരോധിച്ചു. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയ്ക്കെതിരെ ഷൊർണൂരിൽ പ്രതിഷേധവുമായി പാടശേഖര സമിതി. കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലെ മോഷണം പോയ മോട്ടോറുകൾക്ക് പകരം പുതിയ മോട്ടോറുകൾ സ്ഥാപിക്കാനാകാത്തത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമെന്ന് ആരോപണം. അമ്പലപ്പാറയിൽ വില്ലനായി ഓല ചുരുട്ടിപ്പുഴു. വിവിധ പാടശേഖരങ്ങളിലായി 80 ഏക്കറോളം നെൽകൃഷി നാശഭീഷണിയിൽ. ഓങ്ങല്ലൂരിൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ മുന്നൊരുക്കങ്ങളുമായി UDF. 10 വർഷത്തെ ഇടതു ദുർഭരണം ആരോപിച്ച് UDFന്റെ വിമോചനയാത്ര. UDFന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ വികസന മുന്നേറ്റ ജാഥയ്ക്കൊരുങ്ങി CPM. ഓൺലൈൻ തട്ടിപ്പ്. വ്യത്യസ്ത കേസുകളിൽ 2 പ്രതികൾ തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. പ്രതികൾ പിടിയിലായത് തിരുനെൽവേലിയിലും മണ്ണാർക്കാടും വെച്ച്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ തേരൊരുക്കം തുടങ്ങി. വെള്ളിയാഴ്ച രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. കൊടിയേറ്റം നവംബർ 8-ന്. 2ാം വിമോചന സമര മുന്നറിയിപ്പുമായി തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. വിമോചന സമരത്തിന് ക്രൈസ്തവ സഭയെ തള്ളിവിടരുത്. വിവേചനങ്ങൾക്കു നടുവിലാണ് ക്രൈസ്തവ സഭയെന്നും വിവേചനങ്ങൾ നേരിട്ടപ്പോഴെല്ലാം ശക്തമായി പോരാടിയിട്ടുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.